പ്രൈസ് ദി ലോർഡ്. കർത്താവിന് എല്ലാ മഹത്വവും മാനവും സ്തുതിയും ആരാധന അർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ഇവിടെ ഈ രീതിയിൽ ഒരു തോട്ടം പോലെ വച്ചിരിക്കുന്നത് വലിയ ഉദ്ദേശത്തിനാണ്. അത് തിരിച്ചറിഞ്ഞ ഓരോരുത്തരും ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഇടങ്ങളിൽ വിശ്വസ്തയോടെ നിൽക്കുക. ഒന്നായി ഒരു കുടുംബം പോലെ ഇന്നവേട്ട് ദൈവം എൻ്റെ ഉള്ളത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളുടെ തുടർന്നുള്ള ചില ഭാഗങ്ങളുടെ ചിന്തിക്കാൻ പോയിരുന്നു. സ്തോത്രം. 1 തീമോഥെയോസ് 1:14 വാക്യം. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപ നമ്മുടെ അകത്ത് എന്ത് ചെയ്യുന്നു? എബൻഡന്റ്ലി എക്സീഡിംഗ്ലി വർദ്ധിച്ചിരിക്കുന്നു. എങ്ങനെ വർദ്ധിക്കുന്നു? വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്ക് ആവശ്യമുള്ള അതിപ്രധാനപ്പെട്ട 2 ക്വാളിറ്റീസ് ആണ് വിശ്വാസത്തിൽ വളരുക, സ്നേഹത്തിൽ വളരുക എന്നുള്ളത്. ഇത് രണ്ടും നമ്മുടെ ആത്മാവിലുണ്ടായി സ്വർഗമായിട്ട് ബന്ധപ്പെടുന്ന നെറ്റ് കണക്ഷനാണ്. ഒരു മൊബൈലിന് ടവറുമായിട്ട് കണക്ഷൻ ഉണ്ടാകാനാണ് നെറ്റ് വെച്ചിരിക്കുന്നത്. അത് പിന്നെ എത്ര ദൂരം വേണേലും കടന്നു പോകും, സിമ്മില്ലെങ്കിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ കർത്താവ് നമ്മുടെ ആത്മാവിൽ വന്ന് നമ്മളെ ജീവിപ്പിച്ച് കർത്താവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കാനുള്ള 2 ഘടകങ്ങളാണ് വിശ്വാസവും സ്നേഹവും. പ്രൈസ് ദി ലോർഡ്. ഇതെത്രത്തോളം വർദ്ധിക്കുന്നുവോ ഇതനുസരിച്ചിരിക്കും കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ ഇങ്ങനെ ചൊരിയപ്പെടുന്നത്. കൃപയുടെ ഓപ്പോസിറ്റ് എന്നു ചോദിച്ചാൽ സെൽഫ്, ഞാൻ, ജഡമനുഷ്യൻ. നമ്മൾ ഇന്ന് പകൽക്കാലം ആ ഏരിയ കുറെ ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ജഡമനുഷ്യൻ ഇതെങ്ങനെ, എന്താണ് ജഡമനുഷ്യൻ എന്നുള്ളത് നമ്മൾ പകല് പറയുണ്ടായി. മനസ്സും ശരീരം കൂടെ ചേർന്ന് ആത്മാവ് കർത്താവുമായിട്ട് ബന്ധപ്പെടാനുള്ളതാണ്. ശരീരം മണ്ണിൽ നിന്നെടുത്തതാണ്. അത് ലോകത്ത് ജീവിക്കാനും ഒക്കെയുള്ള 5 സെൻസുകളുള്ള ശരീരം. മൈൻഡ് നമുക്ക് വേണേ കമ്പ്യൂട്ടറിനോ ബുദ്ധി എന്നൊക്കെ പറയാം. അപ്പൊ ഈ മൈൻഡും ജഡം കൂടെ ചേർന്നതാണ് ജഡം, ഔട്ടർ മാൻ. എന്നാൽ കർത്താവ് നമുക്ക് വച്ചിരിക്കുന്ന ആത്മാവ് തമ്പുരാനുമായിട്ട് ബന്ധപ്പെടാനുള്ളതാണ്. ഈ ആത്മാവ് ശരീരം നമ്മുടെ പേരൻസിന്റെ ബ്ലഡിൽ നമുക്ക് കിട്ടി എന്ന് പറയുന്നതിനകത്ത് കുഴപ്പമില്ല. എന്നാൽ ആത്മാവ് നമ്മുടെ അല്ല, പേരൻസിന്റെ അല്ല, തമ്പുരാന്റെ ആണ്. എക്ലീസിയാസ്റ്റിക് 12:7 ഇങ്ങനെ കൊടുത്തിരിക്കുന്നു മനുഷ്യന്റെ അന്ത്യത്തെ കുറിച്ച് ആ വാക്യം. പൊടി പണ്ട്, ശരീരത്തെ പറ്റി പറയാം, പൊടി പണ്ടായിരുന്ന പോലെ മണ്ണിലേക്ക് തിരികെ ചേരും. ആത്മാവ് തന്നവനായ ദൈവത്തിനടുക്കിലേക്ക് മടങ്ങിപ്പോകും. ആത്മാവ് തന്നവനായ ദൈവത്തിനടുക്കിലേക്ക് മടങ്ങിപ്പോകും. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സോ തമ്പുരാനുമായിട്ട് നമ്മുടെ ആത്മാവ് നെറ്റ് കണക്ഷന് വേണ്ടിയാണ് ഈ 2 വഴി വെച്ചിരിക്കുന്നത്. 1 വിശ്വാസം, 2 സ്നേഹം. ഇത് രണ്ടും നമ്മൾ നിറഞ്ഞു വരുമ്പോൾ കർത്താവിന്റെ പ്രസൻസ് നമ്മുടെ മേൽ ഇരിക്കും. അതിന് പറയുന്ന ഒരു തിയോളജിക്കൽ വാക്കാണ് ദൈവകൃപ. ഈ കൃപ കർത്താവിന്റെ തേജസ്സ, കർത്താവിന്റെ ഗ്ലോറിയ. ഈ ഗ്ലോറി വർദ്ധിക്കുന്നതാ, വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. കൃപ മേൽ കൃപ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പ്രസൻസ് നമുക്ക് ഇങ്ങനെ ഇരട്ടിച്ചെടുക്കാം. ഇതിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യാം. പൗലോസ് പറഞ്ഞ എന്നിൽ പകർന്ന കൃപ വൃഥാവായില്ലെന്നാ പറഞ്ഞു.
അത് നഷ്ടപ്പെടുത്താൻ വേണേ ഗ്ലോറി. എന്നാൽ പൗലോസ് പറഞ്ഞു, ഞാൻ മറ്റു ശേഷമുള്ള അപ്പോസ്തലന്മാരെക്കാൾ അധികം പ്രവർത്തിച്ചു. അത് ഞാനല്ല, എന്നിൽ പകർന്ന കൃപ എന്ന് പറഞ്ഞാൽ എന്നോട് കൂടെ ഇരുന്ന് എൻ്റെ കർത്താവ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം. അപ്പൊ ആ കൃപ നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഈ വിശ്വാസം സ്നേഹത്തിലൂടെ കർത്താവുമായിട്ട് എപ്പോഴും എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ അതനുസരിച്ച് ഇത് ആ രീതിയിൽ വർദ്ധിച്ചു വരാതിരിക്കുവാൻ നമ്മുടെ ശരീരവും മനസ്സും നമുക്കെതിരാണ് എന്നും എപ്പോഴും. ഇതിന്റെ രണ്ട് വികൃതമായ അവസ്ഥകൾ നമ്മൾ കഴിഞ്ഞ ദിവസം റോമാലേഖനത്തിൽ പഠിച്ചു. 1:24-26 അവിടെ നമ്മൾ കണ്ടു ശരീരം എത്ര ഹൊറിബിളാണ്. കർത്താവ് നീതി സൂര്യനായി ജീവൻ തരുന്ന നീതിയിൽ നമ്മളെ നടത്തുന്ന സൂര്യനായിട്ട് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, റോമാലേഖനത്തിൽ നമ്മൾ 1:18 തൊട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചു വന്നു. 1:18 തൊട്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ യാത്രയാണെന്നുള്ള പഠിച്ചു. അത് 29-30 ആ യാത്രയുടെ ഒരു ചുരുങ്ങിയ യാത്ര ചെയ്ത് തീരുന്ന കാര്യം നമ്മൾ ചിന്തിച്ചു. ആ യാത്രയിൽ ഒന്നാം ഭാഗം പാപത്തിന്റെ പടുകുഴി കിടക്കുന്ന മനുഷ്യനാണെന്ന് പഠിച്ചു. ആ പടുകുഴിയിലേക്ക് ഇവൻ പോകാതിരിക്കുവാൻ ദൈവം പ്രകൃതിയിൽ കൂടെ, പ്രകൃതി ഒരു ബൈബിളായിട്ട് മനുഷ്യനോട് എപ്പോഴും സംസാരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. 1:18, 19, 20, 21 കൂടെ ഈ സൃഷ്ടിപ്പിന്റെ ക്രിയേഷന്റെ മഹത്വത്തിൽ കൂടെ ദൈവം മനുഷ്യനോട്, നാം അങ്ങനെ ബൈബിൾ വായിച്ച് ദൈവത്തെ അറിയുന്നു എന്ന പോലെ ഈ സൃഷ്ടിപ്പിന്റെ മഹത്വത്തിൽ കൂടെ ദൈവം മനുഷ്യനോട് ബൈബിൾ പോലെ ഈ സൃഷ്ടിപ്പിന്റെ മഹത്വം, ദൈവം ആരാണ്, എത്ര വലിയവനാണ്, ഉന്നതനാണെന്നുള്ളത് കാണിച്ചും കേൾപ്പിച്ചും മനസ്സിലാക്കി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മഹാ തമ്പുരാനുമായിട്ട് അന്വേഷിക്കുവാനും അറിയാനും തേടുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണമെന്നും, അങ്ങനെ തേടുന്നവരോട് കർത്താവ് അടുത്തു വന്ന് വിവിധങ്ങളായ രീതിയിൽ സംസാരിച്ച് അവനെ നേരായ പാതയിൽ, അവൻ എത്ര ഇരുട്ടിലാന്നേലും അവനെ നേരായ പാതയിൽ നടത്തുമെന്നും നമ്മൾ കണ്ടു. സങ്കീർത്തനം 112:4 വായിച്ചു കേട്ടു. നേരുള്ളവർക്ക് അവൻ ഇരുട്ടിൽ വെളിച്ചം ഉദിപ്പിക്കും. എത്ര വലിയ ഇരുട്ടിൽ ഒരുവൻ കടന്നാലും കർത്താവിൽ ഒരു പരമാർത്ഥ ഹൃദയം, നേരറിഞ്ഞ് സത്യമറിഞ്ഞ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന തമ്പുരാനെ എനിക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ, അറിഞ്ഞിരുന്നെങ്കിൽ, അവന് ഞാൻ ഇത്രമാത്രമെല്ലാം മനോഹരമായി സൃഷ്ടിച്ച, എന്നെയും സൃഷ്ടിച്ച എൻ്റെ കർത്താവിന്, ആ മഹാദൈവത്തിന് ഞാനൊരു നന്ദിയും സ്തുതിയും ആരാധനയും ഞാൻ കരേറ്റിയേനെ എന്നുള്ള ഒരു ജിജ്ഞാസയും തിടുക്കമുള്ള ഏതൊരുവനെയും വഴി കാണിക്കുന്നവനാണ് കർത്താവ്. നമ്മൾ കണ്ടു. അങ്ങനെയുള്ളവരോട് കർത്താവ് ഹൃദ്യമായി ഏതെങ്കിലും രീതിയിൽ അടുത്തു വരും, 100%. അങ്ങനെ അടുത്തു വന്നുകൊണ്ടൊക്കെയാണ് നമ്മളെല്ലാം ഇന്ന് ദൈവ ഭവനത്തിനകത്തിരിക്കുന്നത്. സർവഭൂമിയിലും കോടിക്കണക്കിന് വിശുദ്ധന്മാർ ദേവാലയത്തിൽ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നത് അതുകൊണ്ട് കർത്താവ് വിളിച്ച് അകത്തുകൊണ്ടാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഈ കർത്താവുമായിട്ട് അവൻ നീതി സൂര്യനായി നമ്മുടെ അകത്തിരിക്കും. നീതി സൂര്യൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ പ്രഭയുടെ സൂര്യനായിട്ടിരിക്കും. ദൈവത്തിന്റെ ധാർമ്മികതയുടെ, വിശുദ്ധിയുടെ പ്രതീകമായ അവൻ ഒരു സൂര്യനെ പോലെ നമ്മുടെ അകത്തിരുന്ന് ജ്വലിക്കും. ആ ജ്വലനം നമ്മുടെ എല്ലാ മണ്ഡലങ്ങളെ കൺട്രോൾ ചെയ്യും. എങ്ങനെ സൂര്യൻ സർവഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, കറക്റ്റായിട്ട് എല്ലാം ചലിക്കുവാൻ എന്ന പോലെ നീതി സൂര്യനകത്തിരുന്നുകൊണ്ട് നമ്മുടെ അധരങ്ങളെയും അവയവങ്ങളെയും ഇന്ദ്രിയങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത ഒരു ഓർഡർലി ലൈഫ് നമുക്ക് തരും. ഈ നീതി സൂര്യൻ ഇവിടെ ഇല്ലാതിട്ടാൽ എല്ലാ ഡിസോർഡറാണ്, ഡിസ്ലൊക്കേഷനാണ്. അത് നമ്മൾ കണ്ടു. ആ ഡിസ്ലൊക്കേഷൻ എങ്ങനെയാണ്, ഡിസോർഡർ എങ്ങനെയാണെന്ന് നമ്മൾ 1:24-26 കാണുന്നു. ജഡത്തിൽ ഉള്ള മനുഷ്യന്റെ അധപ്പതന അവിടെ കൊടുത്തിരിക്കുന്നത്. 1:28 കാണുന്നു, അവൻ മൈൻഡിലുള്ള അവന്റെ അധപ്പതനം കാണുന്നു.
പിന്നെ 3:10 തൊട്ട് കാണുന്നു അവന്റെ എല്ലാ അവയവങ്ങളും പാപ മലിനമാണ്. കണ്ണ് ശരിയല്ല, തൊണ്ട ശരിയല്ല, നാവ് ശരിയല്ല, വിഷം പിടിച്ചതാണ്. അവന്റെ പാത ശരിയല്ല, അവന്റെ ഇരിപ്പ് ശരിയല്ല, എല്ലാം വികലമായിരിക്കും. ഒരു ഡോക്ടർ രോഗിയെ കാണുന്ന പോലെ കർത്താവ് നമ്മുടെ ഓരോരോ അവയവങ്ങളെയും ആത്മാവിൽ സ്കാൻ ചെയ്തിട്ട് എത്ര മലിനമാണെന്ന് കാണും. പുറത്ത് മനുഷ്യൻ വലിയ സുന്ദരിയ, നല്ല പല്ല് തേച്ച് കുളിച്ച് ഉടുത്ത ഒരുങ്ങി മെനുങ്ങി വളരെ സുന്ദരനായിട്ട് നടക്കും. പക്ഷെ ആക്കം ഏറ്റവും ഡേഞ്ചറാണ്. രമ്യാവതിനെ പറ്റി എന്ത് പറയുന്നു? മനുഷ്യന്റെ ഹൃദയം എത്ര ആഴം, അത് മനസ്സിലാക്കുന്നവനാരെന്നാ പറഞ്ഞത്. മൃഗത്തെക്കാൾ കഷ്ടമാണ്. അത് നമ്മൾ നാല് ഭാഗത്തും കണ്ടോണ്ടിരിക്കുക. ഞാൻ ഞങ്ങളുടെ ജനങ്ങളോട് വലിയൊരു എപ്പോഴും ചോദിക്കും, എന്തുകൊണ്ട് പോലീസ് പെരുകുന്നു, ഡ്യൂട്ടി പെരുകുന്നു, ജയിലിൽ പെരുകുന്നു, കോർട്ടിൽ ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും എന്തുകൊണ്ട് വർക്കുകൾ പെരുകുന്നു? മൃഗങ്ങളെ പിടിക്കാനല്ല, മനുഷ്യൻ തിന്മയുള്ളതുകൊണ്ട്. എന്തിനാ ജയില്, എന്തിനാ പോലീസ്, എന്തിനാ കോർട്ട്? മനുഷ്യൻ മൃഗത്തെക്കാൾ തറയായതുകൊണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപം പെരുകുന്നു, മ്ലേച്ഛത പെരുകുന്നു, ഇമ്മൊറാലിറ്റി പെരുകുന്നു, അശുദ്ധി പെരുകുന്നു, എവിടും പെരുകുന്നു. എങ്ങനെ പെരുകുന്നു? കാരണം എന്ത്? കർത്താവ് നീതി സൂര്യനായി വിശുദ്ധിയുടെ പ്രഭാവം ഗോപുരമായ അകത്തില്ല. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:8 ഇങ്ങനെ വായിക്കുന്നു. എന്താ വായിക്കുന്ന അറിയാമോ? ആ വാക്യൊന്ന് വായിച്ചു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ, ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആമേൻ. മനുഷ്യന്റെ ജഡത്തിലും മനസ്സിലും പാപം പെരുകുകയാണ്. സ്തോത്രം. അത് മുഴുവൻ പിശാചിന്റെ ആവാസ കേന്ദ്രം എന്നവിടെ കാണുന്നു. 1 യോഹന്നാൻ 5:19 ഇങ്ങനെ വായിക്കുന്നു, സർവ ലോകവും ദുഷ്ടന്റെ അധീനതയിൽപ്പെട്ട് കിടക്കുന്നത് വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ സർവ മനുഷ്യരും ദുഷ്ടനായ പിശാചിന്റെ ഗ്രിപ്പിലാണെന്ന് കാണും. ഈ വാക്യത്തിൽ നമ്മൾ കണ്ടു, പിശാചിന്റെ നെറ്റ്വർക്കുകളെ തകർക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ദൈവപുത്രനായ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വന്നല്ലാതെ, കർത്താവിനോട് നമ്മൾ കണക്റ്റഡ് ആയല്ലാതെ ഒരു കാരണവശാലും തിന്മയുടെ നെറ്റ്വർക്ക് നമ്മുടെ മനസ്സിൽ നിന്നും ഉള്ളത്തിൽ നിന്നും നമ്മുടെ അവയവങ്ങളിൽ നിന്നും പറഞ്ഞു മാറത്തില്ല. ഇരുണ്ട മുറിക്കകത്തൊരു ലൈറ്റ് ഇടുമ്പോൾ ഇരുട്ടോടി മാറിയുന്നത് പോലെ വെളിച്ചമായ ലോകത്തിന്റെ വെളിച്ചമായ കർത്താവ് നമ്മുടെ അകത്തേക്ക് വെളിച്ചമായി വരുമ്പോൾ അകത്തുള്ള തിന്മയുടെ ഇരുട്ട് പുറത്തേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മലിനപ്പെട്ട ഡ്രസ് സോപ്പ് വെള്ളത്തിനകത്ത് അരമണിക്കൂറിടുമ്പം മാലിന്യം ഒഴിഞ്ഞു മാറുന്നത് പോലെ കർത്താവിന്റെ കാൽവറിയുടെ ആ ശുദ്ധീകരണ റെവലേഷൻ അകത്ത് നമ്മളെ തന്നെ അർപ്പിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള തിന്മകൾ ഒഴിഞ്ഞു മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം മാത്രമേ നമ്മളെ വിശുദ്ധിയിൽ നിർത്തത്തുള്ളൂ, വിശുദ്ധിയിലേക്ക് വളർത്തത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വളരെ ഡേഞ്ചറാണ്. എന്നാൽ ഈ നിലയിൽ അധപ്പതിച്ച മനുഷ്യന്റെ ചിത്രം നമ്മൾ 40-ാം സങ്കീർത്തനം 1, 2, 3 വാക്യത്തിൽ കണ്ടു. അതെ വലിയൊരു മാലിന്യം നിറഞ്ഞൊരു വലിയ ആഴമുള്ള കടന്ന് സമാനമായ മാലിന്യത്തിന്റെ ചേർന്നകത്ത് മുങ്ങി താണവരായിരുന്നു നമ്മളെന്ന് സങ്കീർത്തനക്കാരൻ ആലങ്കാരികമായി നമ്മുടെ പഴയ ജീവിതത്തെ പറ്റി പറയുകയാണ്. ഞാൻ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായി, അയ്യോ യഹോവ എന്നെ രക്ഷിക്കണമേ എന്ന് വാവിട്ട് നിലവിളിച്ചു. യഹോവ എങ്കിലേക്ക് ചാഞ്ഞ നിലവിളി കേട്ട് അവൻ എന്നെ ആ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്തു.
പാറമേൽ നിർത്തി. ഒരു ചേറുകുഴിയിൽ ചില അടികൾ ആഴത്തിൽപ്പെട്ട ഒരുവന് ഒരു കാരണവശാലും സ്വന്തം മിടുക്കോ കഴിവോ പ്രാപ്തിയോ കൊണ്ട് പുറത്തു വരാനൊക്കത്തില്ല. അവൻ എത്ര മിടുക്കനും സമർത്ഥനും ബുദ്ധിമാനും പഠിത്തക്കാരനും ആരോഗ്യവാനാണെങ്കിലും അവൻ എത്ര ശ്രമിച്ചാലും അവൻ തളരത്തേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ പഴയ അവസ്ഥ. യേശുവില്ലാത്ത ഏതൊരുവിൻ്റെ അവസ്ഥ, യേശുവിനെ കൂടാതുള്ള ഏതൊരുവിൻ്റെ അവസ്ഥ, അവൻ പരിശ്രമിച്ച് പരാജയപ്പെടത്തേ ഉള്ളൂ. ഈ അവസ്ഥയിൽ മനുഷ്യനെ രക്ഷിക്കാൻ മതമുണ്ടാക്കിയ കുറുക്കു വഴികളാകുന്ന മതങ്ങളെ പറ്റിയാണ് 2-ാം അധ്യായത്തിൽ കൊടുത്തേക്കുന്നത്. എല്ലാ മതങ്ങളും അമ്പേ പരാജയപ്പെട്ടപ്പോൾ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക്, നമ്മുടെ തകർന്ന ആ കുഴിയിലേക്ക് അയച്ച് അവൻ നമ്മളെ അവിടെ നിന്ന് പൊക്കിയെടുക്കുന്ന പ്രോസസ്സാണ് 3-ാം അധ്യായം 24, 25, 26 വാക്യത്തിൽ. ഏഴിപ്പരം വലിയ ദൈവിക ശുശ്രൂഷ ഉള്ള രക്ഷണ്യ ശുശ്രൂഷ, ആ ക്രൂശിലെ ശുശ്രൂഷ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ വിശ്വാസത്താൽ കർത്താവ് തന്റെ രക്ഷ നമ്മളിലേക്ക് നീട്ടിയപ്പോൾ നമ്മൾ വിശ്വാസത്താൽ കൈ നീട്ടിയ രക്ഷ സ്വീകരിക്കുന്നു. ആ രക്ഷ സ്വീകരിക്കുമ്പോൾ സൗജന്യമായ അവൻ നമ്മളെ നീതീകരിച്ച് തന്നോടുകൂടി ഇരിക്കുവാൻ അവൻ നമ്മളെ യോഗ്യതപ്പെടുത്തുന്നു. ഒരു യോഗ്യതയുമില്ലാത്ത അവൻ നമ്മളെ പൊക്കിയെടുത്ത് യോഗ്യതപ്പെടുത്തും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഹല്ലേലൂയ. നമ്മൾ ആയിരിക്കുന്ന യോഗ്യത ഒന്നും നമ്മുടേതല്ല, 1% നമ്മുടേതല്ല. എല്ലാവരും നമ്മൾക്ക് കൃപയാൽ തന്ന യോഗ്യതയാണ്. സ്തോത്രം. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ തന്ന യോഗ്യതയാണ്. ഞാനെന്ന് പറയാൻ ഒന്നുമില്ല, എല്ലാം അവൻ തന്ന. ഇങ്ങനെ അവൻ കൃപ തന്ന് നമ്മളെ യോഗ്യതപ്പെടുത്തിയിട്ട് നാളെ ഞാൻ പറഞ്ഞാലോ? ഇന്നലെ നമ്മൾ ഒരു അച്ചായനെ പറ്റി കണ്ടില്ലേ? ഏതച്ചായന? ധനാട്ടിരായ ഒരു അച്ചായൻ വഴിയെ വന്ന ഒരു ബഗർ അതുവഴി വന്നു. വല്ലോം തരണേന്ന് ചോദിച്ചു. അമ്മ എന്ത് ചെയ്തു? എന്തുവാ വന്ന് അദ്ദേഹത്തെ വിളിച്ചകത്ത് കയറ്റി റേസറും ടവലും സോപ്പും ഒരു ഡ്രസ്സും കൊടുത്തിട്ട് പറഞ്ഞു, അകത്ത് പോയി ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കുളിച്ച് ഒരുങ്ങി വന്നാട്ടെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഇന്ന് കഴിച്ചാട്ടെന്ന് പറഞ്ഞു. ഇന്നല്ല എന്നും കഴിച്ചോളാൻ പറഞ്ഞു. തീർന്നില്ല, എൻ്റെ ഈ വീട് മുഴുവൻ അങ്ങേക്ക് തരികയെന്ന് പറഞ്ഞു. തീർന്നില്ല, ഈ കാണുന്ന മുഴുവൻ അങ്ങേക്കായി എന്നേക്കും ഞാൻ രജിസ്റ്റർ ചെയ്ത് തരിക എന്ന് പറഞ്ഞു. മനുഷ്യൻ ആരും ചെയ്യത്തില്ല. ഇതാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. നമ്മൾ വെറും തെണ്ടിയേക്കാത്തറിയായിരുന്നു. അത് നമ്മളെ മത്തായി 22 കൂടെ കണ്ടു. മഹാരാജാവിന്റെ പുത്രന്റെ കല്യാണത്തിന് വേണ്ടി വിളിച്ചു. സദസ്സൊരുങ്ങി വരാൻ പറഞ്ഞു. യോഗ്യതയുള്ളവരെ വിളിച്ചു. അവരാരും വന്നില്ല. അവർ പലതിൽ ബിസിയായി പോയി. ലാസ്റ്റിൽ മഹാരാജാവ് ആരെ വിളിച്ചു? തെരുവിൽ കിടക്കുന്ന യാചകർ, മുടന്തർ, ചെകിടർ, രോഗികൾ, ആശയറ്റവർ, ആലംബഹീനർ, അവരെ കൊണ്ട് വിളിച്ചു, അകത്ത് കയറ്റി. അവർക്ക് ഒരു നിലയിൽ അകത്ത് കയറാൻ യോഗ്യതയില്ല. വൃത്തികെട്ടവരാ. അവരെ വൃത്തിയാക്കി മിനുക്കി ഉടുപ്പിച്ച് മഹാരാജാവിന്റെ സ്റ്റാറ്റസിനൊക്കെ ഒരു ഉടുപ്പ് കൊടുത്ത് അവരെല്ലാം അകത്ത് കയറ്റി ഇരുത്തി. ഇതാണ് നമ്മുടെ പദവി. നമുക്കൊന്നുമില്ല. അവൻ കൃപ തോന്നി നമ്മളെ അകത്ത് കയറ്റിയതാണ്. അകത്ത് കയറി ഇന്നിപ്പോ ഈ ബഗറ് ഇപ്പൊ നല്ല ഞെളിഞ്ഞിങ്ങനെ ഇരിക്കുകയെന്ന് ആ ഭാവനെ കാണാം. കുറെ കഴിഞ്ഞു ആരോ ഒരുത്തർ അവിടെ വന്നു. അങ്ങനെ വന്നപ്പോൾ സപ്പോസ് അച്ചായന്റെ പേരെന്തുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പേരാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ മിസ്റ്റർ സോആൻസോ. ഇത് മുഴുവൻ എന്റേതാണ് എന്നൊന്ന് പറഞ്ഞെന്നിരിക്കണ്ട. ആരാ? മിസ്റ്റർ ബഗറച്ചായൻ. സംഭവം ശരിയാ. ഇപ്പൊ പുള്ളിക്കാരന്റെ പേരില്ല കിടക്ക്. അമ്മ റിയൽ പഴയ ഓണർ അച്ചാൻ അപ്പുറത്തിരിപ്പുണ്ട്. അങ്ങാരാ? ഞാനിവിടെ താമസിക്കുന്നു. ഇത് ആരുടെയാണ്? ബഗറച്ചായൻ പറയും, ഇതെന്റെയാണ്.
ഇത് മുഴുവൻ എന്റേതാണ്. ഒന്ന് പറഞ്ഞെന്നിരിക്കണ്ട. എങ്ങനുണ്ട് പരിപാടി? നമ്മുടെ പഴയ അച്ചായനെന്തോ തോന്നുന്നു. ഇപ്പൊ മനസ്സിലായോ? എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ നമ്മൾ ഞാനും എന്റേതും ഇങ്ങനൊക്കെ വീമ്പളക്കി പറയുമ്പോ സൂക്ഷിച്ചു വേണം. കൃപയാലാണ് നമ്മൾ എന്തെങ്കിലും ആയിരിക്കും. എല്ലാം കൃപയാലാണ്. അതിനപ്പുറത്ത് ഞാനെന്ന് പറയാൻ നമുക്ക് ഒന്നുമില്ല. ആമേൻ. എപ്പോ നാം ഞാൻ എന്റെ എന്ന് പറയുമോ അതിന്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കും. അതാണ് ദുഷ്ടാത്മശക്തി. പ്രൈസ് ദി ലോർഡ്. ദൈവദൂതൻ, കർത്താവിനോട് കൂടിയിരുന്ന ദൂതൻ എങ്ങനെ സാത്താനായെന്നുള്ളത് അറിയാമോ? എങ്ങനായി? 5 പ്രാവശ്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഉൾപ്പുകളെയും ചിന്തകളെയെല്ലാം ദൂരത്തിരുന്ന് അറിയുന്ന കർത്താവ് നമ്മളുടെ ഉള്ളിലെ ഭാവം പോലും റീഡ് ചെയ്യും. കൃപ തോന്നി അവൻ നമുക്ക് ചിലതൊക്കെ തന്നു. എന്തുമായിക്കോട്ടെ തന്നു. ഒന്നിനും നമുക്ക് ഒരു യോഗ്യത ഉണ്ടായിട്ടല്ല. കൃപ തോന്നി കൃപയാൽ ലഭിച്ചതാണ്. ഒരിക്കലും ഞാൻ എൻ്റെ പറയുന്നത് എല്ലാ കൃപയാൽ എന്ന് കൂട്ടിച്ചേർത്ത് പറ. എല്ലാ കൃപയാൽ എന്ന് കൂട്ടിച്ചേർത്ത് പറ. അവിടാണ് നിന്റെ തലയിലിരിക്കുന്ന അഭിഷേക തൈലം വെളിപ്പെടുന്നത്. സ്തോത്രം. അവിടാണ് തേജസ് കൃപ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതും വളരെ മനസ്സിലാക്കിക്കൊണ്ടത് ആവശ്യമാണ്. ഇനിയും ഈ കൃപ ഇവിടെ പെരുകാതിരിക്കാൻ നിൽക്കുന്ന ഉടക്കിന്റെ 2 ശക്തി ഞാൻ പറഞ്ഞല്ലോ. 1 ജഡം, 2 മനസ്സ്. ഇതിന്റെ ഡേഞ്ചർ എന്താന്നുള്ളത് നിങ്ങള് എല്ലാവരും റോമാലേഖനം 1-ാം അധ്യായം 18 തൊട്ട് താഴോട്ട് വായിക്കണം. പിന്നെ വീട്ടിൽ വായിക്കണം. ഇത് രണ്ടും എത്ര അപകടമാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ പല ഭാഗങ്ങളുണ്ട്, എങ്കിലും ഇതോടെ വളരെ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ശരി. ഇനിയും ഈ തിന്മകൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ നിരന്തരം മരണം വരെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു കൃപയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അതുവരെ ചെയ്ത പാപക്കടം വീട്ടി എന്നുള്ളതേ ഉള്ളൂ. വീണ്ടും ഈ മനസ്സിനും ശരീരത്തിനും തിന്മ ചെയ്യാനുള്ള ശേഷിയുണ്ട്. ആ ഒരു ഡേഞ്ചർ ഏരിയ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വളരെ കെയർ അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് തിന്മ പൊങ്ങിക്കൊണ്ടിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര നല്ല ഒരു ഡ്രസ്സ്, ഒരു ബിൽഡിങ്, ഒരു വണ്ടിയാണെങ്കിലും അതങ്ങനെ തന്നെ ചില ദിവസങ്ങൾ ഉപയോഗിക്കാതിട്ടാൽ, ശുദ്ധീകരിക്കാതിട്ടാൽ, മെയിൻറ്റെയിൻ ചെയ്യാതിട്ടാൽ അത് നശിച്ചു പോകും. എത്ര നല്ലതാണ്. ഒരു നീറ്റ്നെസ് ആകാൻ ഒരു മെയിൻ്റെനൻസ് ആവശ്യമാണ്. മെയിൻ്റെനൻസ് ഇല്ലാത്ത എന്തും നശിച്ചു പോകും. നമ്മുടെ ഈ മൈൻഡ് നമ്മൾ ഡെയിലി മെയിൻ്റെനൻസ് ചെയ്യണം. കർത്താവിന്റെ രക്തത്താൽ, കർത്താവിന്റെ വചനത്താൽ, കർത്താവിന്റെ ആത്മാവിനാൽ, കർത്താവിന്റെ ദർശനത്താൽ ഇതിനെ നമ്മൾ എന്നും മെയിൻ്റെനൻസ് ചെയ്യണം. എന്നാ തിരുവഴുത്തിൽ പറയുന്നത് അതാണ്. നമ്മൾ റോമർ 12:2 വായിക്കുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. പിന്നെയും പറയുന്നുണ്ട് ആ വാക്യം. കൊലോസ്യർ 3:10 പറയുന്നുണ്ട്, നിങ്ങളെ സൃഷ്ടിച്ചവന്റെ പരിജ്ഞാനത്തിനൊത്തവണ്ണം എന്ത് ചെയ്യുവീൻ? നിങ്ങൾ എന്തായി കൊണ്ടിരിക്കണം? പുതിയ മനുഷ്യൻ ധരിക്കണം. സൃഷ്ടിച്ചവന്റെ പരിജ്ഞാനം അതാണ് ഈ പരിജ്ഞാനം. ഈ പരിജ്ഞാനത്താൽ പുത്തനായിക്കൊണ്ടിരിക്കണം. 2 കൊരിന്ത്യർ 3:17 ആ കാര്യം പറയുന്നുണ്ട്. അവന്റെ പരിജ്ഞാനത്താൽ നമ്മൾ പുത്തനായിക്കൊണ്ടിരിക്കണം. സ്തോത്രം. എങ്ങനെ നമ്മൾ ഡെയിലി ശുദ്ധീകരിക്കുന്നു, നമ്മളെ തന്നെ കഴുകുന്നു, കുളിക്കുന്നു എന്നപോലെ നമ്മുടെ മനസ്സ് നമ്മൾ ഡെയിലി വചനത്താൽ കഴുകിക്കൊണ്ടിരിക്കണം.
ഇത് നമ്മുടെ ദൗത്യമാണ്. ഹല്ലേലൂയ. ഇല്ല എന്നുണ്ടെങ്കിൽ ചപ്പും കാടെല്ലാം പിടിച്ചു വികൃതമായി ഒരു മെയിൻ്റനൻസ് ഇല്ലാത്ത തോട്ടം എങ്ങനെ കാടും മുള്ളും പറക്കാരെ പിടിക്കുമോ എന്ന പോലെ നമ്മുടെ ജീവിതം ഒരു പറക്കാരെ പിടിച്ച മുള്ളു പിടിച്ച ഒരു ശപിക്കപ്പെട്ട ഭൂമിയായി പോകും. അത് വരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരി, നമ്മൾ 4-ാം അധ്യായത്തിൽ പഠിച്ചു വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യണമെന്ന്. എന്തിന്? ഈ പറഞ്ഞ ക്രൂശിലെ ഈ ആശീർവാദം നമുക്ക് പ്രാപിക്കാൻ. ഈ ആശീർവാദം എന്ന് പറഞ്ഞാൽ എന്തുവാ? അബ്രഹാമിന്റെ വിശ്വാസമാണ് അവിടുത്തെ 4-ാം അധ്യായത്തിലെ വിഷയം. അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ 3 വിശ്വാസം കാണുന്നു. ആ 3 വിശ്വാസം 3 തലത്തിലാന്ന് കണ്ടു. 1 സാമ്പത്തിക നന്മ, 2 കുടുംബ നന്മ, 3 പുത്രനിലൂടെ സർവജാതിയും അനുഗ്രഹിക്കപ്പെടുന്നത്. അത് പുത്രൻ, അബ്രഹാമിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അത് യേശുവാണെന്ന് ഗലാത്യർ 3:14-16 കൂടെ നമ്മൾ കണ്ടു. ആ കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനും രക്ഷയെന്ന അനുഗ്രഹം. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാം ദേവാലയത്തിൽ ഇരിക്കുന്നത്. ആ അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടിരിക്കുക. വാത്സല്യ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം വായ്പിൻകരയിൽ നിന്ന് വന്നു. തൻ്റെ മാതാപിതാക്കളൊക്കെ വന്ന് ആദ്യത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് വളരെ പാസ്റ്റർ ഇന്ന നിലയിലുള്ള ബുദ്ധിമുട്ടുകളെ മറ്റൊക്കെ ഉള്ളതായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈകിട്ടോടെ ഇരിക്ക്, കർത്താവ് വിടിവിക്കും. വൈകിട്ടത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ വലിയ വ്യത്യാസം, വലിയ മാറ്റം. എന്തോ മാറ്റം ഉണ്ടായി? മാറ്റം കർത്താവ് ഓപ്പറേഷൻ ചെയ്തു. ഇതിനകത്തെല്ലാം ഓപ്പറേഷൻ ചെയ്തു. കെട്ടുകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. വലിയ സ്വാതന്ത്ര്യം ലഭിച്ചു. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ആണോ സഹോദര? ആന്നേ കൈ ഉയർത്തുന്നു ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. ദൈവസഭ മെഡിക്കൽ കോളേജാണ്. ഇവിടെ വലിയ ഡെലിവറി ശുശ്രൂഷ, ട്രാൻസ്ഫോർമേഷൻ ശുശ്രൂഷ, ഹീലിംഗ് ശുശ്രൂഷ, ഓപ്പറേഷൻ ശുശ്രൂഷ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനം റേഡിയേഷൻ പോലെ അകത്ത് കയറി കട്ടിങ്ങും കത്തലും നടത്തും. അതിനുള്ള പവർ വചനത്തിനുണ്ട്, ദൈവ സാന്നിധ്യത്തിനുണ്ട്. ഞങ്ങൾ വെല്ലുവിളി ചെയ്യുന്ന ശുശ്രൂഷ മുഴുവനും 7 ദിവസവും പ്രശ്നങ്ങൾ മാത്രമുള്ള കർത്താവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആയുധങ്ങളെയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഓരോ മീറ്റിംഗിലും കഴിയുമ്പോൾ വലിയ വലിയ കെമിക്കൽ ആക്ഷൻ ഞങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് രാത്രിയിലും മാത്രമല്ല, എന്നും ഈ 21 ദിവസം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, കാണുന്നവരെ കേൾക്കുന്നവരെ എല്ലാം വിളിച്ചകത്ത് കൊണ്ടുവരണം. ഒന്നിനും വിടരുത്. നമ്മൾ ചിന്തിച്ചല്ലോ, എന്താ ചിന്തിച്ചത്? പുത്രനിലൂടെ എന്ത് ചെയ്യണം? സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണം. ഇതാണ് സുവിശേഷത്തിൽ കൂടെ കിട്ടുന്ന രക്ഷ. കർത്താവ് നമ്മുടെ അകത്ത് രാജാവായിരിക്കുന്ന അനുഭവം. ഈ അനുഭവം മെയിൻറ്റെയിൻ ചെയ്താലേ ആദ്യത്തെ 2 ആശീർവാദം ഉള്ളൂ എന്ന് പകൽ ചിന്തിച്ചു. അത് കുറച്ച് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ അതാണ് സത്യം. ഒന്നുകൂടെ തുറന്നു പറയാം. നമ്മുടെ സാമ്പത്തിക അനുഗ്രഹം, നമ്മുടെ തലമുറകളുടെ അനുഗ്രഹം, ഇതിനുവേണ്ടി ആ മനുഷ്യൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സർവ്വഭൂമിയിലും മനുഷ്യൻ നട്ടോട്ട് കൊടുത്തു ഈ 2 കാര്യത്തിന്. എന്നാൽ ഈ 2 കാര്യവും ആസ്വദിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം കർത്താവ് നമ്മുടെ അകത്ത് രാജാതിരാജാവായിരുന്ന് ആ രാജാതിരാജാവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലേ ഉള്ളൂ തലമുറകളുടെ അനുഗ്രഹവും സാമ്പത്തിക അനുഗ്രഹവും. അത് നമ്മൾ പല വചനത്തിൽ കൂടെ കണ്ടു. ആമേൻ, ആമേൻ. അതുകൊണ്ട് ഈ രാജാവിനെ വിട്ടേച്ച് നമ്മൾ അനുഗ്രഹത്തിന് പോയാൽ നമ്മൾ കുടുങ്ങിയിരിക്കും. അലേഖ വചനത്തിൽ കൂടെ പകൽ കണ്ടത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഇപ്പൊ ഇസ്രായേല് ഭൂമിക്ക് കൊടുക്കേണ്ട 7-ാം വർഷത്തെ വിശ്രമം 1 അല്ല 2 അല്ല 490 വർഷം തെറ്റിച്ചു. 70 വർഷം കുടിശ്ശിയായപ്പോൾ 70 വർഷം ഭൂമിക്ക് വിശ്രമം കിട്ടുവാൻ കർത്താവ് ദാക്ഷിണ്യമില്ലാതെ ബാബിലോൺ രാജാവിനെ വിളിച്ചു വരുത്തി. ഇസ്രായേലിനെ കർത്താവ് അവരുടെ കൈ കൊടുത്തു. അവർ നിഷ്ഠൂരവരെ തകർത്തു,
വെട്ടി അരിഞ്ഞു, അടിമകളായി പിടിച്ചു, ആലയം നശിപ്പിച്ചു, കത്തിച്ചു. എന്ത്? 7-ാം വർഷം ഭൂമികീട്ടന്റെ വിശ്രമം അപഹരിച്ചെടുത്തു. കർത്താവിന് കിട്ടേണ്ട ആരാധനയും ആദരവും നമ്മൾ മോഷ്ടിച്ചെടുത്താൽ തൽക്കാലം പിടിച്ചു നീക്കാം, പിന്നെ കടം ചോദിക്കും, കടം തിരിച്ചു ചോദിക്കും. അതുകൊണ്ട് കർത്താവ് നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? നമ്മുടെ മേലുള്ള വിളിയും ഉദ്ദേശം പദ്ധതിയും എന്താ തിരിച്ചറിയണം. എന്തിനു വേണ്ടിയാ നമ്മളെ കർത്താവ് സൃഷ്ടിച്ചത് അറിയാമോ? യെശയ്യാ 43:7 ഇങ്ങനെ വായിക്കുന്നു. എന്തിനാ? തന്റെ മഹത്വത്തിനായി അവൻ നമ്മളെ സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കി എന്നെഴുതിയിരിക്കുക. ശരിക്കും മനസ്സിലാക്കണം. നമ്മളെ തമ്പുരാൻ നമ്മുടെ മാതാവിന്റെ ഗർഭത്തിൽ 9 മാസം കർത്താവിന്റെ വർക്ക്ഷോപ്പിലായിരുന്നു നമ്മളെല്ലാം. കർത്താവിന്റെ വർക്ക്ഷോപ്പിൽ അവൻ നമ്മളെ സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കിയെന്ന് 3 പദം എഴുതിയിരിക്കുക. പിന്നെ എഴുതിയിരിക്കുക, എന്റെ മഹത്വത്തിന് എന്നെഴുതിയിരിക്കുക. ഹല്ലേലൂയ. എന്തിനാ വന്ന് പറഞ്ഞേ? നമ്മളെ എന്തിനാ കർത്താവ് സൃഷ്ടിച്ചതൊന്ന് തുറന്നു പറ. എല്ലാരും പറ, കർത്താവിന്റെ മഹത്വത്തിന്. ഹല്ലേലൂയ. ഈ മഹത്വം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. മഹത്വം എന്ന് പറഞ്ഞാൽ സന്തോഷം. കർത്താവിന് സന്തോഷത്തിന്. നമ്മൾ ഇന്ന് ഭൂമി ചെയ്യുന്നത് മുഴുവനും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുക എന്താണെന്ന് നിങ്ങളോട് ശാന്തമായിട്ട് ചോദിക്കും, മനസ്സിലാവും. നിങ്ങളുടെ സന്തോഷത്തിന് വീട് കെട്ടുന്നു, വണ്ടി മേടിക്കുന്നു, കാർ മേടിക്കുന്നു, വസ്തു മേടിക്കുന്നു, കുടുംബജീവിതം, പിള്ളേർ, കൊച്ചുമക്കൾ, എന്തിന്റെ പുറകെ ഒറ്റ ഉദ്ദേശമുള്ളൂ നമ്മുടെ സന്തോഷം. അങ്ങനെന്നുണ്ടെങ്കിൽ തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചെന്തിനാ? തമ്പുരാന്റെ സന്തോഷത്തിന്. അതിന് പറയുന്ന തിയോളജിക്കൽ വാക്കാ ദൈവത്തിന്റെ മഹത്വം. ഇപ്പൊ മനസ്സിലായോ? സ്വോത്രം. വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് സന്തോഷത്തിലെല്ലാം ആകാം. തമ്പുരാനെ നമ്മളെ സന്തോഷത്തിൽ ചോദിക്കുമ്പോ പറ്റത്തില്ല തമ്പുരാനെന്ന് പറഞ്ഞാൽ അടികൊണ്ട് മൂട്ടയിടും. ചൂടാല മറക്കസൈ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. അതുകൊണ്ട് എന്തെല്ലാം നന്മ വന്നാലും എത്ര വന്നാലും ഈ ഉദ്ദേശം മറന്ന് തല മറന്ന് എണ്ണ തേക്കരെന്ന് കേട്ടിട്ടില്ലേ? ഇത് മനസ്സിൽ വെച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം രീതിയിൽ പ്രലോഭനം വന്നാലും ആരാണ് തന്നത്, എന്തുകൊണ്ട് കിട്ടി, എന്തുകൊണ്ട് ഞാൻ ആയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മൾ നടന്നു പോകണം. സ്തോത്രം. ഇതിന്റെ വിരുദ്ധമായിട്ടുള്ള 2 ശക്തികളാണ് ജഡവും മനസ്സും. നമ്മൾ ചിന്തിച്ചു. ഇതിനെ നമ്മൾ ഡെയിലി ക്രാപ്പ് ചെയ്തുകൊണ്ട് നടക്കണം. എന്തുവാ ഇത്? കർത്താവ് ക്ഷമിച്ച് കടം എങ്കിലും ഡെയിലി ഞൊരഞ്ഞു പോകുന്ന സാധനമായത്. ഈ ഞൊരഞ്ഞു പോകുന്നതിനെ ക്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് കൊലോസ് ലേഖനത്തിൽ ഒരു നല്ല ഭാഷയുണ്ട്. അതിങ്ങനെ പറയുന്നുണ്ട്, 3:5. എന്താ പറയുന്നത്? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. നല്ലവണ്ണം അനസ്തേഷ്യ കൊടുക്കണം. അനസ്തേഷ്യ കൊടുക്കാതെ ഒരു ഓപ്പറേഷൻ ഡോക്ടർ ചെയ്തു നോക്കി, ഡോക്ടർക്ക് നല്ല തൊഴിയും ചവിട്ടും കിട്ടും. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ വെട്ടാൻ, കട്ട് ചെയ്യാൻ, മുറിക്കാൻ ഒരു കുഴപ്പമില്ല, അടങ്ങി കിടന്നു. അവൻ കർത്താവിന്റെ സന്നിധിയിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ ക്രൂശിന്റെ ദർശനത്താലും വചനത്താലും നമ്മളെ അനസ്തേഷ്യ കൊടുത്ത് മരിപ്പിച്ച് കൊണ്ട് നടക്കും. സ്തോത്രം. മരിപ്പിച്ച് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ഇങ്ങനെ ബലം പ്രാപിച്ച് ചാർജ് ചെയ്ത് കയറുന്നതനുസരിച്ച് പിന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജഡത്തെയും മനസ്സെയും ഇങ്ങനെ സപ്രസ് ചെയ്ത് തിന്മകളുടെ മേൽ ജയമെടുത്തൊരു ജീവിതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ജീവിതത്തിനാണ് നമ്മൾ ആദ്യം കുറിവാക്കി ഒന്ന് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ചിന്തിക്കുന്നു. എബ്രായ ലേഖനത്തിൽ
5:12, 13, 14 നമ്മൾ വായിച്ചു. കട്ടിയായുള്ള ഭക്ഷണം, പിന്നെ പാല്, ശിശു. ഈ കട്ടിയായുള്ള ഭക്ഷണം ഭക്ഷിക്കുന്നതിന് ഗുണം അവിടെ ഇങ്ങനെ പറയുന്നത്. എന്താ പറയുന്നത്? നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള എന്തുണ്ട്? ഇന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. അപ്പൊ നന്മ തിന്മ തിരിച്ച് അറിഞ്ഞ് തിന്മയെ ഒഴിഞ്ഞ് നന്മയിലൂടെ നടക്കുവാൻ നമ്മുടെ ആത്മാവിന്റെ ഇന്ദ്രിയം വളർന്ന് നമ്മുടെ ആത്മാവിൽ മച്ചൂരിറ്റിയാണ്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ചെയ്യുമ്പോൾ അരുത്, അതരുത്, അതരുത് എന്നകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കാം. അങ്ങനെ നമ്മൾ ഒഴിഞ്ഞ് 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 തിന്മയുടെ ഏരിയ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് നീതിയുടെ വെളിപ്പാടിൽ ഓരോ ദിവസവും നടക്കും. അതാണ് കട്ടിയായുള്ള വചനം ഭക്ഷിച്ച് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചാൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ്. ഇപ്പൊ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ പണിതുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അകത്തെല്ലാം ചപ്പും ചവറും കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ആ കട്ടിങ്ങിനകത്ത് ഉള്ള എല്ലാ ചവറുകളും, എല്ലാ ഈവിൾ ബോണ്ടേജുകളും, എല്ലാ തിന്മ ശക്തികളും, എല്ലാ പാരമ്പര്യ കെട്ടുകളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് ആത്മാവിൽ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എന്റെ സഹോദരൻ ആത്മാവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചതായിട്ട് പറഞ്ഞത്. ഇത് കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. ഇത് ഞങ്ങൾ ഡെയിലി വലിയൊരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഇതിനെ ക്രാപ്പ് ചെയ്യണമെന്നുള്ളതിന് വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. വളരെ വേഗത്തിൽ പോയാലേ ആ കൃപയുടെ വാസം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് അബ്രഹാമിനെ, ഇസ്രായേലിന്റെ 1-2 ഭാഗം ഒന്ന് തൊട്ട് പറയാം. അബ്രഹാമിനെ ദൈവം വിളിച്ചു ഇങ്ങനെ നടക്കുകയാണ്. ആദ്യം ക്ഷാമം കണ്ടപ്പോൾ എന്ത് ചെയ്തു? മിസ്രൈമിലേക്ക് പോയി. അവിടെ അവൻ തോറ്റു. അവസാനം അവിടുത്തെ രാജാവ് തന്നെ ഇവനെ പറഞ്ഞു വിട്ടു. ഇവൻ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. ക്ഷാമൊക്കെ വന്നാൽ വയറിന്റെ കാര്യമല്ലേ, ശരീരത്തിന്റെ കാര്യമല്ലേ. ഉടനെ അവൻ അങ്ങോട്ട് പോയി. വിശ്വാസിയാ. ശരീരത്തെ വയറിനെ നോക്കി അങ്ങോട്ട് പോയി. പോകാൻ പാടില്ലായിരുന്നു, പക്ഷെ പോയി. പക്ഷെ ലജ്ജിക്കപ്പെട്ട് മടങ്ങി വന്നു. പിന്നെ രണ്ടാമത് ഒരു ടെസ്റ്റ്. എന്തോ ടെസ്റ്റ്? വലിയ അബ്രഹാം പറഞ്ഞു, അബ്രഹാം സഹോദര മോനെ ലോത്തേ, നിന്റെ ആടും മാടും എല്ലാം പെരുകി, എന്റെയും പെരുകി. ദാസന്മാർ തമ്മിൽ ഇപ്പൊ അടിപിടി നടക്കുന്നു. കാരണം മേയ്ക്കാനുള്ള ഇടം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നമ്മുടെ സഹോദരന്മാരല്ലേ, നമുക്ക് അടിപിടി വേണ്ട. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പൊക്കാട്ടെ, ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് പൊക്കോളാം. അബ്രഹാമിന്റെ അനിയന്റെ മോനാ തേരഹ്, ലോത്ത് എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ അബ്രഹാം അവിടെ ആരാ? അപ്പന്റെ സ്ഥാനമാണ്. എങ്കിലും ഉണ്ടോ, നന്മയുടെയും പച്ചിപ്പിന്റെ ഏരിയ വന്നപ്പോൾ വെളിപ്പാട് കിട്ടിയ ക്രാപ്പിക്ക് നടന്നു. ഒരു തോൽവും ഒരു അടിയും മിസ്രൈമിൽ കിട്ടിയപ്പോൾ അബ്രഹാം പഠിച്ചു, ഇനി ഞാൻ എന്റെ ജഡം അനുസരിച്ച് നടക്കത്തില്ല. അവൻ സമൃദ്ധിയായ ദേശം, ലോകത്തെ നിനക്ക് ഇഷ്ടമുള്ള അടുത്തോളം പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? ഏതത്തോട്ടം പോലെ പച്ച പിടിച്ച യോർദാന്റെ തീരപ്രദേശം കണ്ടു, ഇഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അതിന്റെ എതിർവശത്തേക്ക് അബ്രഹാം പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായി എന്തോന്ന്? ഒരുത്തൻ കണ്ണ് നോക്കി കണ്ണിന്റെ മഞ്ഞളിപ്പിനും പച്ചിപ്പിനും അനുസരിച്ച് പോയി. അബ്രഹാം പറഞ്ഞു, എനിക്ക് ലോകത്തിലെ ഒരു പച്ചിപ്പും വേണ്ട, എനിക്ക് ഭൂമിയിൽ ഒരു പച്ചിപ്പും വേണ്ട. എൻ്റെ തമ്പുരാനാണ് എൻ്റെ ആഹാരം, എൻ്റെ തമ്പുരാനാണ് എൻ്റെ ആഹാരം, എൻ്റെ നന്മയെ, എൻ്റെ ഉയർച്ചയെ. അതുകൊണ്ട് നിനക്ക് ഏത് പച്ചിപ്പുള്ള എടുത്തോ, എനിക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് മതി. അവിടെ ഒന്നുമില്ലേലും സാരമില്ല, എനിക്കത് മതി. എൻ്റെ കർത്താവുണ്ടോ, അത് മതി. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പിന്നെ അടുത്ത് നമ്മൾ വായിക്കുന്ന 14 അധ്യായത്തിന്റെ അവസാനം, ഉൽപ്പത്തി 14 അധ്യായത്തിന്റെ അവസാനം വായിക്കുമ്പോൾ
അല്ലെ 14 അധ്യായത്തിൽ അവിടെ ഒരു യുദ്ധം നടക്കുക. അവസാനം ഈ യുദ്ധത്തിൽ അബ്രഹാമും കൂടെയുള്ള 318 അഭ്യാസങ്ങളുമായിട്ട് പോയുള്ള യുദ്ധത്തിൽ അവസാനം സഹോദര പുത്രനെ ലോത്തിനെ രക്ഷിച്ച് മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ അവിടെ വായിക്കുന്നു, എന്ത് ചെയ്തു? ഓ, ഈ അഭ്യാസികളായ സഹോദരന്മാരെ എന്ത് ചെയ്യട്ടെ, എനിക്ക് തരൂ എന്ന് പറഞ്ഞ് നീന്നു അവിടെ രാജാവ് വന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഉടനെ അവൻ പറയുക, എന്നിട്ട് നീ ഈ കൊള്ള മുഴുവൻ നീ എടുത്തോളാൻ പറഞ്ഞു. ഇത് ഞങ്ങളുടെയാണ്, ശത്രു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന കുഴപ്പമില്ല, നിങ്ങൾ എടുത്തു, നീ എടുത്തു, നിന്റെ അഭ്യാസികൾ എനിക്ക് മതി. ഉടനെ അബ്രഹാം പറഞ്ഞൊരു വാചകം ഓർക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? കൈ ഉയർത്തിയിട്ട് സോദോം രാജാവിനോട് എന്താ പറഞ്ഞത്? അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ. നീ പറയരുത് ഞാൻ അബ്രഹാമിനെ വലിയവനാക്കിയെന്ന്. നിന്റെ അഹങ്കാര വർത്താനം നീയും പറയരുത്, അത് കേട്ട് ഞാനും ഞെളിയരുത്. അതുകൊണ്ട് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, എന്റെ ഒക്കെ തമ്പുരാൻ തരാത്ത ഒരു ചരട് പോലും എനിക്ക് വേണ്ട. ക്രാപ്പിക്ക് നടത്തി ലെവലായിരുന്നുണ്ട്. അബ്രഹാം വളർച്ചയുണ്ട്. പ്രൈസലോ. പണ്ടോ വയറിൽ വിശപ്പാന്ന് പറഞ്ഞ് മിസ്രൈമിൽ ഓടിപ്പോയാനാ. ഇപ്പം നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായിരുന്നുണ്ടോ? ചിലർ ചോദിക്കും, എന്തിനാ ചില കഷ്ടങ്ങളൊക്കെ വരുന്നെന്ന്. ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ചു, നമ്മൾ ഭൗതിക നന്മ വിടുതലൊക്കെ ഉണ്ട്. വിശ്വാസത്തിൽ വരുന്ന ആദ്യത്തെ ചില മാസങ്ങളും മേ ബി 1 വർഷമോ 1.5 വർഷമോ 2 വർഷമൊക്കെ. അതിനുശേഷം എന്നും വിടുതൽ, എപ്പോഴും വിടുതൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. പാസ്റ്റർമാർ ഒത്തിരി വിടുതൽ പ്രസംഗിക്കരുത്. എന്ത് ചെയ്യണം എന്നറിയാമോ? ചില കഷ്ടങ്ങൾ എന്ത് ചെയ്തു, ടെസ്റ്റ് എന്നവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ടെസ്റ്റ് എന്നവണ്ണം ഉണ്ടാവും. ഈ ടെസ്റ്റിന് പറഞ്ഞ പേരാണ് വിശ്വാസത്തിന്റെ പരിശോധന. 1 പത്രോസ് 1:7, യാക്കോബ് 1:1-3. ഇവിടെ രണ്ടിടത്ത് ഇതേ വേർഡ് തന്നെ ഉപയോഗിക്കുന്നത്, വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് തമ്പുരാനുമായിട്ട് കണക്റ്റഡ് ആകുന്ന വിശ്വാസത്തിൽ ചിറകടിച്ചു വളർന്ന് കേറുവാനുള്ള ടെസ്റ്റഡിയാണ്. എന്താണ്? കുറെ കഷ്ടം, കുറെ ബുദ്ധിമുട്ട്, കുറെ ഞെരുക്കം, കുറെ ക്ലേശം ഒക്കെ വരും. ഇപ്പൊ മനസ്സിലായല്ലോ? അന്നേരം എന്ത് ചെയ്തോണം? കഴുകൻ തൻ്റെ കുഞ്ഞിനെ നല്ല ബെഡൊക്കെ പാറക്കെട്ടിന്റെ മുകളിൽ ഉണ്ടാക്കി, കൂടൊക്കെ ഉണ്ടാക്കി, ഇങ്ങനെ മുട്ട വിരിച്ച് കുഞ്ഞിങ്ങനെ വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ചിറകൊക്കെ കുറച്ച് കുഴപ്പമില്ല എന്ന് തോന്നും. ഉടനെ എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്യും? ആ ബെഡെല്ലാം വലിച്ചുരുട്ട് അതിനെ കൂടളക്കി തള്ളി താഴെ ഇടും. കടവളെ, എന്തോ പരിപാടിയാണ്. വളരെ കരുതലോട് സ്നേഹിച്ച് വളർത്തിയ അമ്മ ആ കുഞ്ഞിനെ ആ ബെഡെല്ലാം വലിച്ചൂരി അതിനെ ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് താഴോട്ട് തള്ളിയിടും. എന്നിട്ട് കർത്താവ് പറയാ, ഇതുപോലെ ഞാൻ എൻ്റെ ജനത്തെ കരുതിയ ശേഷം തള്ളിയിടും. ചില കയ്പിലേക്ക് തള്ളിയിടും, ചില ദുഃഖത്തിലേക്ക് തള്ളിയിടും, ചില കണ്ണീരിലേക്ക് തള്ളിയിടും, ചില ഇല്ലായ്മയിലേക്ക് തള്ളിയിടും. എന്തിനാ? വിശ്വാസത്തിന് ചിറകടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നീ കേറി, നീ ഉയരങ്ങളിൽ കൂടെ പറക്കണം. ഇങ്ങനെ ചിറകടിച്ച് കേറാതിരുന്നാൽ നമ്മൾ ബ്രോയിലർ കോഴി പോലിരിക്കും. ബ്രോയിലർ കോഴിയെ കണ്ടിട്ടുണ്ടോ? അതിനാകപ്പാടെയുള്ള എക്സസൈസ് ഇരിക്കുക, എഴുന്നേൽക്കുക, ഇരിക്കുക. ഇത്രേ ഉള്ളൂ. ദൈവം അതല്ല നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ചിറകുകളൊക്കെ എന്ത് ചെയ്യണം? പറഞ്ഞേ, പ്രാർത്ഥിച്ചും ഉപവസിച്ചും വചനം വായിച്ചും വചനം കേട്ടും ആരാധിച്ചും ഇങ്ങനെ ചിറകന്ന് അടിച്ചു കയറണം. ആമേൻ. അടിച്ചു കയറണം. ഹല്ലേലൂയ. ഒരു വാക്യം ഇങ്ങനുണ്ട്, എന്ത് ചെയ്യുന്നു? 32-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യമാണ് തോന്നുന്നു. എന്താ പറയുന്നത്? അല്ല, അവിടെ ഇങ്ങനെ പറഞ്ഞത്, കുതിരകളുടെ ചമയങ്ങളാൽ അവയെ അടക്കി വരുന്നു, അല്ല ഞാൻ. ആ വാക്യം ഒന്ന് വായിച്ച്. ബുദ്ധിയില്ലാത്ത കുതിരയെയും ആണോ? ബുദ്ധിയില്ലാത്ത കുതിരയും
കോവർക്കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ അത് ബുദ്ധികെട്ടതാ. അതുപോലെ നമ്മൾ ആകരുത്. പിന്നെ അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല. അല്ലെങ്കിൽ ഇത് നമുക്ക് മനുഷ്യനെ സ്വാധീനമാകില്ല. കർത്താവിന് നമ്മളെ ഒന്ന് സ്വാധീനമാക്കി നടത്തണമെന്നുണ്ട്. അതിനുവേണ്ടി മുഖക്കാറിട്ട് പിടിച്ച് പിടിച്ച് വലിക്കാനിട വരുത്തരുതെന്ന്. ഇപ്പൊ മനസ്സിലായോ? ഇത് അവസരം കിട്ടിയ പത്തിയെടുക്കുന്ന സാധനമാണ് നമ്മുടെ ജഡം. പത്തിയെടുക്കാതിരിക്കാൻ കർത്താവ് നമ്മുടെ മേൽ ചില മുഖപ്പട്ടയിട്ടെന്ന് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എപ്പോഴൊക്കെ ഏതെങ്കിലും ചില വേദന കയ്പ് വരുമ്പോൾ തമ്പുരാന്റെ പാദത്തിൽ പോയി വാവിട്ട് കരഞ്ഞോണം. വേണേ ഒരു ദിവസം ഉപവസിച്ച് കരയണം. കർത്താവേ, ഞാൻ എവിടാണ്, എങ്ങനെയാണ് പരാജയം ഏറ്റു പറയണം. കർത്താവേ, വ്യസനത്തിലുള്ള വല്ല മാർഗവും എന്നിൽ ഉണ്ടോ എന്ന് ചോദിക്കണം, നിലവിളിക്കണം, പശ്ചാത്തപിക്കണം, അനുതപിക്കണം, അവന്റെ മുഖത്തേക്ക് നോക്കണം. വചനമെന്ന കണ്ണാടി കൂടെ നമ്മളെ കാണണം. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. മനുഷ്യന്റെ സ്വഭാവമാണ് അവരുടെ ഇവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ. മനുഷ്യനാ വലിയ മിടുക്കനാ. നമ്മുടെയോ ഇല്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ ഓക്കെ ആയതുകൊണ്ട് അവൻ ശരിയല്ല ഇവൻ ശരിയല്ലെന്ന് പറഞ്ഞു. ജഡ മനുഷ്യനെ നമ്മൾ മരിപ്പിച്ചുകൊണ്ട് നടക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ദൈവകൃപ നമ്മുടെ മേൽ വസിക്കുന്നത്. ദൈവകൃപയും നമ്മൾ പെരുകി പെരുകി വരുവാൻ കാരണമാണ്. നമ്മൾ ഇനി വായിച്ച ആദ്യത്തെ കുറിവാക്കൊന്ന് വായിച്ചു. നമ്മൾ ആദ്യം വായിച്ച വാക്യം എന്തോ? 1 തീമോഥെയോസ് 1:14 വാക്യം എന്തോ? നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ആമേൻ. അപ്പൊ നമ്മള് കൃപ വരുന്നതിന്റെ 2 കാര്യം അവിടെ പറയുകയാണ്: വിശ്വാസം, സ്നേഹം. ഈ ആത്മീയരായ നല്ല സഭകൾ ബൈബിളിലുണ്ട്. ആ സഭകൾക്ക് ഈ 2 യോഗ്യത എടുത്തെഴുതുന്നുണ്ട്. എഫെസ്യർ 1:15-16 വായിച്ചേ. ഈ സഭയ്ക്കും ഈ 2 യോഗ്യത എടുത്ത് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിലും ഇതേ കാര്യം പറയുക, കൊലോസ് ലേഖനത്തിലും ഇതേ കാര്യം പറയുക. ആ വാക്യം ഞാൻ നിങ്ങൾക്ക് കർത്താവായ യേശുവിനുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് കണ്ടോ എന്തോ സഭയുടെ 2 യോഗ്യത എന്താ പറഞ്ഞത്? വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. ഓ വണ്ടർഫുൾ. അമ്മ സഭയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട 2 സ്വഭാവം എന്ന് പറ: കർത്താവിനുള്ള വിശ്വാസവും പിന്നെ സ്നേഹം. ആമേൻ. ഇതാണ് നമ്മുടെ ആത്മജീവിതം അരിച്ചെടുത്താ കിട്ടേണ്ട കക്കൻ ക്രീം. ഇതാണ് നമ്മളെപ്പോഴും ശോധന ചെയ്യണം. ഈ 2 കാര്യത്തിൽ നമ്മൾ വർദ്ധിക്കുന്നുണ്ടോ, വർദ്ധിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മജീവിതം നമ്മൾ ഇപ്പോഴും ഒരു ശിശുവാണ്. നമ്മൾ ജഡത്തിലാണോ പ്രശംസിക്കുന്നത്, മനസ്സിലാണോ പ്രശംസിക്കുന്നത്, എനിക്കുള്ള ഏതെങ്കിലും ലോകത്തിലെ ലൗകിക കാര്യത്തിലാണോ ആനന്ദിക്കുന്നത്? അപ്പോൾ മനസ്സിലാക്കണം, നമ്മളിപ്പോഴും ജഡീകരും ശേഷം മനുഷ്യരുമാണ്. എന്നാൽ എൻ്റെ കർത്താവാണ് എൻ്റെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അവൻ എനിക്ക് വേണ്ടി നന്നായി ചെയ്യും. അവൻ എന്നെ ഒരിക്കലും കൈവിടത്തില്ല. ഞാൻ ഒരു കാരണവശാലും അവൻ്റെ സ്നേഹത്തിൽ നിന്ന് എനിക്ക് പിരിയാൻ പറ്റത്തില്ല എന്ന് എത്രത്തോളം നമ്മുടെ അകത്തുനിന്ന് പറയാൻ പറ്റുമോ, അതാണ് നിന്റെ ആത്മീയത്തിന്റെ അതിപ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ് ലോർഡ്. ആദിമ സഭയിൽ 1:8 കർത്താവ് ദൈവസഭയോട് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. എന്തെന്നറിയാമോ? എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി കിട്ടും, പിന്നെന്ത് ചെയ്യും? നിങ്ങളെ യെരൂശലേം, യഹൂദിയ, ശമരിയ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ ഈ കാര്യം കർത്താവ് പറഞ്ഞു. എന്നിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോയി.
സഭ 1-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം വരെ കേവല യെരുശലേമിൽ മാത്രം ഒതുങ്ങിക്കൂടി. ഈ സഭ യഹൂദ്യ ശമരിയിൽ പോകുവാൻ ഈ സഭയുടെ കണ്ണിലുണ്ണിയായ സ്തേഫാനോസിനെ കർത്താവ് തൊട്ടു, സഭയെ കരയിപ്പിച്ചു. 8-ാം അധ്യായം 1-ാം വാക്യം, അന്ന് സഭയിൽ വലിയൊരു ഉപദ്രവമുണ്ടായി. കണ്ണിലുണ്ണിയായ സ്തേഫാനോസിനെ കർത്താവ് തൊട്ടു. അവിടെ എഴുതിയിരിക്കുക, അപ്പോസ്തലന്മാരൊഴികെ എല്ലാ വിശ്വാസികളും ചെതറി. എങ്ങോട്ട് ചെതറി? യഹൂദ്യ ശമരിയ ദേശങ്ങളിലേക്ക് ചെതറി. പിന്നെ എഴുതിയിരിക്കുക 9:31, യഹൂദയിലും ശമരിയയിലും സഭകളായി. ഹലോ, അങ്ങനെ നിന്റെ സ്തേഫാനോസിനെ എന്തിനാ തമ്പുരാൻ തൊട്ടത്? 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നടക്കാൻ. എന്തുവാ 1:8 പറയുന്നത്? യെരുശലേമിൽ നിന്ന് സഭ എവിടെ പോകണം? ഒന്നുറക്കെ പറ. യഹൂദ്യ ശമരിയായി പോകണം. അവിടെ സഭകൾ ഉണ്ടാകണം. പിന്നെ അടുത്തത് 11:19 വായിക്കുമ്പോൾ കുറെ പേര് ചെതറിയവർ എവിടോട്ട് വന്നു? അന്ത്യോക്യയിലും കൊറേനയിലും ഒക്കെ വന്നു. കുപ്രോസിൽ അവർ അവിടെ സുവിശേഷം പറഞ്ഞു. ഒത്തിരി പേര് രക്ഷിക്കപ്പെടും. അവിടെ വലിയ കൂട്ടായ്മയായി, വലിയ ഉണർവായി. ഉടനെ അത് യെരുശലേമിൽ സഭയിൽ അറിഞ്ഞു. ഇപ്പോൾ അന്ത്യോക്യയ്ക്ക് ഭയങ്കര ഉണർവ് വന്നു. ഉടനെ അവിടെ നിന്ന് ബർന്നബാസ് ഇവിടെ വന്നു. പിന്നെ ശൗലിനെ പൗലോസിനെ കൂടെ കൊണ്ടുവന്നു. ഇവരുടെ വലിയ ഉണർവ് യോഗം നടത്തി. പിന്നെ 13:1 ഇപ്പൊ അന്ത്യോക്യ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക. ഭയങ്കര വെടിക്കെട്ട് ഉപവാസ പ്രാർത്ഥനയാ. ഉപവാസ പ്രാർത്ഥന അടക്കി പരിശുദ്ധാത്മാവ് പറയുക, ഓ എന്റെ വേലക്കായി പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിപ്പി, സഭ പ്രാർത്ഥിച്ച് തല കൈവച്ച് അനുഗ്രഹം ചായപ്പി. ആ ദൈവദാസന്മാരെന്ത് ചെയ്തു? ഭൂമിയുടെ അറ്റത്തോളം, അന്ന് കാണുന്ന ഭൂമിയുടെ അറ്റത്തോളം കടന്നുപോയി 3 മിഷൻ ടൂറിലൂടെ ആ യൂറോപ്പ് പോകുന്ന മുഴുവനും സുവിശേഷീകരിച്ച് സഭകൾ ആരംഭിച്ചു. ഹലോ, 1:8 എന്തുവാ? യെരുശലേം, യഹൂദ്യ, ശമരിയ, ഭൂമിയുടെ അറ്റം. ഈ അറ്റം വരെ പോകാൻ സഭ എന്ത് ചെയ്യേണ്ടി വന്നു? കുറെ കണ്ണുനീര് കുടിക്കേണ്ടി വന്നു. ഹലോ, നമ്മുടെ കണ്ണുനീരിന്റെ അർത്ഥം മനസ്സിലായോ ഇല്ലയോ? നമ്മുടെ വേദനയുടെ അർത്ഥം മനസ്സിലായോ? എന്താ പറ? സുവിശേഷം എത്താത്തടത്തെത്തണം. അറിയാത്തവർ അറിയണം, കേൾക്കാത്തവർ കേൾക്കണം. അനേകർ ഇരുട്ടിൽ നിന്ന്, പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് നിത്യതയിൽ വരണം. ദൈവരാജ്യത്തിന്റെ അംശങ്ങളാകണം, നിത്യതയിലെത്തണം. ഇതാണ് ആത്യന്തികമായി നമ്മുടെ വേദനയുടെയും കയ്പിന്റെയും ദുഃഖത്തിന്റെ പുറകിലുള്ള ഏറ്റവും വലിയ ഉദ്ദേശം. ദൈവരാജ്യം പണിയപ്പെടണം. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, എക്സോഡോസ് ദൈവസഭയിൽ നിന്ന് 1000 എഴുന്നേക്കും സുവിശേഷവുമായിട്ട്. ഈ പട്ടണം മുഴുവൻ കർത്താവിന് വേണ്ടി പിടിച്ചെടുക്കും. കേരളത്തിന് അനേക ദേശങ്ങളിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ആരംഭിക്കും. ലോക രാജ്യങ്ങളിൽ നമ്മുടെ സന്തതികൾ പോകുന്നവരെല്ലാം ഈ ജീവജലനദിയുമായി പോകും. പോകുന്നിടത്ത് അവര് യേശുവിന് വേണ്ടി ഒരു നദികളായി മാറും, ജീവന്റെ ഉറവകളായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവസഭയെ കുറിച്ചുള്ള കർത്താവിന്റെ പ്ലാൻ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ഇനി മേൽ കഷ്ടവും വേദനയും കയ്പും ദുഃഖവും വരുമ്പോൾ പെറുവിറുക്കുമോ? വഴക്കടിക്കുമോ? കുറ്റം പറയുമോ? ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും നിന്നെ കെട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എത്ര നാളായി പറഞ്ഞതാ, നടന്നില്ല. കുറ്റം പറയുമോ? ഇല്ലെന്ന് പറ. ആരെയും പറയത്തില്ലെന്ന് പറ. കർത്താവിന്റെ സന്നിധി കരയത്തെ ഉള്ളെന്ന് പറ. അവനോട് നിലവിളിക്കത്തെ ഉള്ളെന്ന് പറ. അപ്പോൾ നമ്മുടെ ആത്മാവിൽ വിശ്വാസത്തിന്റെ ചിറകടിക്കും. ക്രിസ്തുവിന്റെ കർത്താവിന്റെ സ്നേഹത്താൽ നമ്മൾ പറന്നു കയറും. അവന്റെ സ്നേഹത്താൽ നമ്മൾ പറന്നു കയറും. രാജാവുമായി നെറ്റ് നമ്മൾ കണക്റ്റഡ് ആകും. അവന്റെ വിശ്വാസത്തിലും അവന്റെ സ്നേഹത്തിലും നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടും. ഇതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ. ഇതാണ് ബൈബിളിന്റെ ആകത്തുക, വേറെ ഒന്നുമില്ല. മനസ്സിലായല്ലോ? ബൈബിളിനെ അരിച്ചെടുത്താൽ ഇതാണ് വിഷയം. അവൻ എൻ്റെ അകത്ത് രാജാവാകണം, എൻ്റെ കുടുംബത്തിൽ രാജാവാണ്. ഞാൻ നിമിത്തം 1000ങ്ങളിൽ അവൻ രാജാവായി മാറണം.
ദൈവരാജ്യം പരക്കും. ദൈവരാജ്യം വലുതാകണം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ചില ദിവസങ്ങളിൽ വിടുതലുണ്ട്, പിന്നെ ചില എന്തുണ്ട്, വിശ്വാസത്തിന്റെ പരിശോധനയുണ്ട്. എന്തിനാ? നമ്മൾ വിശ്വാസത്തിൽ ബലപ്പെട്ട് അവരുമായിട്ട് കണക്റ്റഡായി ആത്മാവിൽ ശക്തനായി കഴിയുമ്പോൾ അവർക്ക് കർത്താവിന് നിങ്ങളുടെ മേൽ വിശ്വാസം വന്നു കഴിയുമ്പോൾ ചിലതൊക്കെ ഏൽപ്പിക്കും. പൈസയും ഏൽപ്പിക്കും, പലതും ഏൽപ്പിക്കും. ഏൽപ്പിക്കുമ്പോൾ കാലളകരുത്. നമുക്കതിനെ അറിയാമല്ലോ. നമ്മളിപ്പം നമ്മുടെ കമ്പനിയിലോ വീട്ടിലോ ഓഫീസിലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ആരെയും ജോലിക്ക് വെക്കുന്ന ആരെയാ വെക്കുന്ന അറിയാമല്ലോ. പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഫ്രഷായി വരുന്ന ആരെ ഏൽപ്പിക്കത്തില്ല. നമ്മൾ പഠിച്ച് മനസ്സിലായി ബോധ്യപ്പെട്ട് വിശ്വസ്തനെന്ന് കണ്ടാൽ ഏൽപ്പിക്കും. ഇത് തന്നെയാ തമ്പുരാന്റെ പരിപാടി. ആമേ. നമുക്ക് പൈസയുടെ മേൽ അട്രാക്ഷൻ ഇല്ല, സ്ഥാനമാനങ്ങളുടെ മേൽ അട്രാക്ഷൻ ഇല്ല, നമുക്ക് പദവിയുടെ മേൽ അട്രാക്ഷൻ ഇല്ല. ഞാൻ ഒന്നിനാലും കാലളകത്തില്ല. ഏത് സാഹചര്യത്തിനും കർത്താവ് മാത്രമേ എനിക്കുള്ളൂ, അവൻ മാത്രമേ ഉള്ളൂ. അവൻ വിട്ട് എനിക്ക് ഒന്നുമില്ല. അത് പറഞ്ഞാ പോരാ, നമ്മൾ അത് പ്രൂവ് ചെയ്ത് തെളിയിച്ച് ഓരോ ദിവസവും അവനോട് കൂടെ നടക്കുന്നത് കാണുമ്പോൾ അവൻ ചിലത് നമ്മളെ ഏൽപ്പിക്കും. എത്ര ഏൽപ്പിച്ചാലും നമുക്ക് കർത്താവിനെ കൂടാതെ 10 രൂപ അതിനകത്തൊന്നും എടുക്കാനൊക്കത്തില്ല. കാരണം കർത്താവ് പഠിപ്പിച്ചിട്ട് നമ്മളെ ഏൽപ്പിച്ചതാണ്, മൂക്കൊണ്ട് എഴുതിച്ചിട്ട് ഏൽപ്പിച്ചതാണ്. അതിൻ്റെ ഓരോന്നിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. പ്രിയരെ, ഈ 2 ദിവസ പ്രസംഗം ഒരു ഉണർവ് പ്രസംഗമല്ല. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു നമ്മൾ. ഇനിയും കട്ട് ചെയ്യാൻ ഒത്തിരി കിടപ്പുണ്ട്. തൽക്കാലം ഇവിടെ അങ്ങ് നിർത്തുക. നിരന്തരം കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കണം. ദൈവസഭയ്ക്കകത്ത് ഡെയിലി കട്ടിങ് ശുശ്രൂഷയാണ് വേണ്ടത്. അനുഗ്രഹ ശുശ്രൂഷയൊക്കെ ആദ്യത്തെ 1 വർഷം വരെ കൊണ്ട് നടക്കും. പിന്നെ നിരന്തരം കട്ടിങ് നടത്തിക്കണം. അപ്പൊ മനസ്സിലായല്ലോ? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭയുടെ ദൈവദാസന്മാരോട് പറയാ, വാളിന്റെ മൂർച്ച കൂട്ടി കട്ടിങ് ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. ഞങ്ങൾ വെല്ലൂർ അതാ ചെയ്യുന്നത്. മുഴുവൻ നമ്പർ 1 ചെകുത്താൻ പിടിച്ചാ വരുന്നത്. മുഴുവൻ വെല്ലൂർ നമ്പർ 1 മന്ത്രം കൂടോത്രം ആഭിചാരം സാറോ പിശാചുക്കളുമായിട്ട് വരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുവിനെ കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. നല്ല മധുരവും ചോക്ലേറ്റ് ഇട്ട് അങ്ങ് ഓപ്പറേഷൻ ചെയ്യും, കട്ട് നടത്തും. ആ ഓപ്പറേഷനോട് കൂടി നിലവിളിക്കും, കരയും, യേശുവെ എന്ന് വിളിക്കും. യേശുവിലേക്ക് അവസാനം പിന്നെ യേശുവിനെ കാണിച്ചു കൊടുക്കും. ഉടനെ യേശുവിലേക്ക് ആർക്കല്ല ഈ യേശുവിനെ വേണം ചോദിക്കുമ്പോൾ അവിടെ സാൽവേഷൻ പറയാറ. ഒറ്റ പ്രസംഗത്തിൽ വരുന്നത് മുഴുവൻ നെടുമ്പാട് വീഴും. സർവ്വത്തിന്മകൾ ലോകം മുഴുവൻ പെരുകിക്കൊണ്ടിരിക്കുക. ഞാൻ 100% വിശ്വസിക്കുന്നവനാണ്. എൻ്റെ ഈ ആയുസ്, നമ്മുടെ ഈ ആയുസ് തന്നെ നമ്മുടെ കർത്താവ് വരും. സംഭവങ്ങളെല്ലാം അതുപോലെ നടന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഉണരാതിരുന്നാൽ, ആത്മാവിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വിവേചിച്ച് മനസ്സിലാക്കി ഉണരാതിരുന്നാൽ അത് വലിയ പാതകമായി മാറും. നമുക്കൊരു രാത്രി ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, നീ അല്ലാതെ എനിക്കൊന്നും വേണ്ട, നീ മാത്രം എനിക്ക് മതി, അങ്ങ് മാത്രം മതി. അങ്ങന്റെ രാജാവ്, അങ്ങന്റെ ഉടയവൻ, നീ മാത്രം മതിയെന്ന് ഹൃദയത്തിൽ നമുക്കൊന്ന് പറയാം. അവനോട് ആത്മാവിൽ നിന്ന് പറയാം. അപ്പോൾ അവൻ്റെ ഗ്രേസ് കൊണ്ട് നമ്മൾ നിറയും. ആ നിറവ് കർത്താവിൻ്റെ തേജസ്സിൽ നിങ്ങൾ നടക്കാൻ കാരണമാകും. കർത്താവിൻ്റെ ഒരു ഷെക്കന നിങ്ങളുടെ മേൽ വസിക്കും. ആ ഷെക്കനായി നീ നടന്നാൽ നിന്നെ കാണുമ്പോൾ ചെകുത്താൻ വിറയ്ക്കും. നീ സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ അകത്തുള്ള തിന്മകൾ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തി തരും. നിന്റെ ഓരോ വാക്കുകളും അവരുടെ അകത്ത് രൂപാന്തരങ്ങൾ വരുത്തും. അവർ പാപത്തെ വിട്ട് യേശുവിലേക്ക് അടുക്കും. ഇന്ന് രാത്രി കർത്താവായിട്ടൊരു തീരുമാനം എടുക്കാം. പരിശുദ്ധ ദൈവമേ, ഈ ദൈവസഭയെ അങ്ങയുടെ കയ്യിൽ തരുന്നു. നിന്റെ ദാസൻ എബിക്കായി, നിന്റെ ദാസിക്കായി സ്തോത്രം, പ്രിയ മാതാവിനായി സ്തോത്രം, പ്രിയ മോക്കായി സ്തോത്രം, പ്രിയ ദൈവമക്കായി സ്തോത്രം, സഹ ശുശ്രൂഷകർക്കായി സ്തോത്രം, എല്ലാ സഹോദരി സാർമാർക്കായി സ്തോത്രം.
ദൈവസഭയെ കർത്താവിന്റെ ശുശ്രൂഷ എന്ന വണ്ണം വിവിധങ്ങളായ നിലയിൽ താങ്ങുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന എല്ലാ വാത്സല്യവും സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. നിന്റെ വലിയ ഗ്രേസ് കൃപ എല്ലാവരുടെ മേലും നിറഞ്ഞു നിൽക്കട്ടെ, കൃപമേൽ കറഞ്ഞു നിൽക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് വരാറായി. അങ്ങയുടെ വരവിൽ ആരും നഷ്ടപ്പെടാതെ നിത്യ തേജസ്സിൽ എടുക്കപ്പെടുവാൻ ഒരു പ്രാവശ്യം കൂടെ ഈ പ്രിയ ദൈവസഭയെ നിന്റെ മുറിഞ്ഞ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ജനത്തോട് ശുശ്രൂഷിച്ചതിനാ സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. സർവവും കർത്താവിൻ്റെ ഇഷ്ടമായ യേശുവിൻ്റെ വിലപ്പെട്ട നാമത്തിൽ തന്നെ. ആമേൻ.